കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് കാറ്റലക്സ് എന്ന പൊടി വീണതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരം നടത്തി. കാറ്റലക്സ് എന്ന പൊടി വീഴുകയും അതിനെ തുടർന്ന് അമ്പലമുകൾ അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ വലയുന്ന സാഹചര്യത്തിൽ സമരം സംഘടിപ്പിച്ചു. കമ്പനിയുമായി കുടിവെള്ളം എത്തിച്ചു തരാമെന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കുടിവെള്ളം ഇതുവരെ എത്തിച്ചു തരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതിനെ തുടർന്നാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് വന്നത്. കളക്ടറുമായുള്ള ചർച്ചയിൽ കമ്പനിയുടേതല്ല ഈ പൊടിയെന്ന് പറയുകയും കോടതി ഇവർക്ക് വെള്ളം എത്തിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം ഇതുവരെ ലഭ്യമാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കുളങ്ങളും കിണറുകളും വാട്ടർ ടാങ്കുകളും വിഷപ്പൊടിയാൽ നിറഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇതിൽ കൊച്ചിൻ റിഫൈനറി ഫീൽഡിലും HOC ഫീൽഡിലും നമ്മൾ സമരം ആരംഭിക്കുന്നതാണ്. അപ്പോൾ നാളെ ഈ ആളുകൾക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് സാറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുത്ത് പിന്നെ നമ്മുടെ വീട്ടിലെ വക്കം ക്ലീനർ വെച്ച് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും നമ്മുടെ കുടിവെള്ള സോഴ്സുകൾ മലിനപ്പെട്ടിട്ടുള്ള കിണറുകളും കുളങ്ങളൊക്കെ പറ്റിച്ച് ക്ലീൻ ചെയ്യാനും നമ്മൾ സ്പെഷ്യൽ പഞ്ചായത്തിൻ്റെ യോഗം വിളിച്ച് മലിനീകരണം കാരണം അയ്യൻകുഴി നിവാസികളുടെ കിണറും കുളങ്ങളും പഞ്ചായത്ത് ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടി വേണമെങ്കിൽ നാളെ തന്നെ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാം. ആ അപേക്ഷയും കൊടുത്തിട്ട് പഞ്ചായത്ത് ഉടനെ തന്നെ പഞ്ചായത്ത് നടത്തിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ പടിക്കിലേക്ക് ശക്തമായ സമരം ഞങ്ങൾ നടത്തുമെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സമരം സംഘടിപ്പിച്ചത്. ഒടുവിൽ പോലീസ് കുടിവെള്ളം ക്യാനുകളിൽ എത്തിച്ചു തരാമെന്നുള്ള ഉറപ്പിനെ തുടർന്ന് ജനങ്ങൾ പിന്തിരികയായിരുന്നു. ക്യാൻ പോലീസും വെള്ളം പഞ്ചായത്തും നൽകാമെന്നാണ് ഏറ്റിരിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. സമരസമിതി കൺവീനർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മെമ്പർ ജോസ്, BJP പഞ്ചായത്ത് സെക്രട്ടറി മനോജ് കുമാർ, ഏലൂർ ഗോപിനാഥ്, PR രാജാമളൻ, KK വാമലോചന, രാധാകൃഷ്ണൻ, കടവുങ്കൽ രാധാകൃഷ്ണൻ, സിന്ധു സുരേന്ദ്രൻ, പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലമുകൾ.